ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു കാര്യം ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ ഡിസിഷനിലെത്തി, ഞാൻ തീരുമാനം എടുത്തു. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഇങ്ങനെ ഒരേ വേവിൽ തന്നെ പോയിക്കൊണ്ടിരിക്കില്ല. ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് വേണ്ടേ? അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഇന്ന് എൻ്റെ ഹെയറിൽ ഒരു പരീക്ഷണം നടത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ആ പരീക്ഷണത്തിന് വേണ്ടി മുതിർന്നിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു സ്റ്റൈലായിരുന്നു, ഈ സമയത്ത് വേറൊരു സ്റ്റൈലാണ്. കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ സെക്കൻഡ് ടൈമാണ് ഇപ്പം എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അതൊരു ഹോം ബേസ്ഡ് ആയിരുന്നു. പക്ഷേ അവിടെ ആ ചേച്ചീനോട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പം ഈ മാർച്ചിലേക്ക് അപ്പോയിൻമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്ര പെട്ടെന്ന് വേണമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കി അങ്ങനെ ഞാൻ സലൂൺ കണ്ടുപിടിച്ച് ഞാനിപ്പോൾ അവിടെയാണ് പോകുന്നത്. എങ്ങനെ വരും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നേരം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ചബ്ബിയായി. അപ്പം എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും നോക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി നമുക്ക് പോകുന്ന വഴിക്കാം. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ സലൂണിലെത്തി. ഇതിൻ്റെ പേര് ഹെയർ പാലസ് സലൂൺ ആൻഡ് സ്പാ എന്നാണ്. ഇത് എഡ്മണ്ടണിൽ നോർത്ത് വെസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും അവിടുത്തെ ആംബിയൻസ് എല്ലാം തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ പെർഫെക്റ്റ് ആയിട്ട്. ഇത് ദിവ്യയാണ് എൻ്റെ ഹെയർ കട്ട് ആൻഡ് ത്രെഡിങ് ചെയ്തത്. ഞാൻ അവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയർ കട്ടും ത്രെഡിങ്ങും ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഹെയർ വാഷ് ചെയ്തു. ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം ത്രെഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഐലൈനറൊക്കെ ഇത്ര മെസ്സി ആയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ സംസാരിച്ച് ഞങ്ങൾ ഇംഗ്ലീഷിലാണ് കോൺവെർസേഷനൊക്കെ. അങ്ങനെ സംസാരിച്ച് കമ്പനിയായി. പുള്ളിക്കാരത്തിയാണ് എനിക്ക് ഹെയർ കട്ട് സജസ്റ്റ് ചെയ്തത്. ഞാൻ ഗൂഗിളിൽ ഇവരുടെ തന്നെ സലൂണിൻ്റെ റിവ്യൂസൊക്കെ നോക്കി അവിടെ കസ്റ്റമേഴ്സ് ആഡ് ചെയ്ത പിക്ചേഴ്സൊക്കെ കണ്ട് ഒരു ഹെയർ കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിവ്യ എന്നോട് പറഞ്ഞു അത് ദിവ്യ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് അത് തന്നെ മതി. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞു കുറച്ചുകൂടി ലോങ് ലെയേഴ്സ് ആയിരിക്കും എൻ്റെ ഫേസിന് ചേരുക എന്ന് പറഞ്ഞു. ഞാൻ ഫേസ് ഫ്രെയിമിങ് മസ്റ്റായിട്ടും വേണമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ടാണ് എത്ര ഹെയർ ലെങ്ത് കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി ഡിസൈഡ് ചെയ്തത്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഡ്രൈ ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റൈലിംഗ്, വാഷിംഗ്, കട്ടിങ്, സ്റ്റൈലിംഗ് ഇതിനെല്ലാത്തിനും കൂടി ഒന്നിച്ചാണ് ഇവിടെ റേറ്റ്. നല്ല അഫോർഡബിളാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ കുറേ സലൂൺ, അതായത് എഡ്മണ്ടണിൽ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള കുറേ അവിടേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ എല്ലാവരും തന്നെ എന്നോട് $65, $75, ത്രെഡിങ്ങിനാണെങ്കിലും 15, 20 ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞ റേറ്റൊക്കെ കണ്ടിട്ട് ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു, ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു. അതും ബാക്കിയുള്ളിടത്തൊക്കെ സ്റ്റൈലിങ്ങിന് വീണ്ടും നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു പാക്കേജ് പോലെയാണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഞാൻ സമയം പോയതേ അറിഞ്ഞില്ല. ഞാൻ ഇവരെ നേരത്തെ തന്നെ വിളിച്ച് ഫ്രൈഡേയിലേക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യണം, നിങ്ങൾ എഡ്മണ്ടണിൽ തന്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം. എൻ്റെ ഹെയർ കട്ട്, ത്രെഡിങ് എല്ലാത്തിലും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാനത് അവരോട് പറയുകയും ചെയ്തു. ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഹെയർ കട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്നെ ഇങ്ങനെ ചെരിച്ചിരുത്തിയത് കാരണം എനിക്ക് മിറർ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ റിവീലിൻ്റെയൊക്കെ സമയമായി. ഹെയർ കട്ട് ആൻഡ് ത്രെഡിങ്ങിൻ്റെ ടോട്ടൽ ചാർജ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ത്രെഡിങ്ങിന് $3 ആയി. അതുപോലെ ഹെയർ കട്ടിന് 35, ടോട്ടൽ 38, പ്ലസ് ടാക്സ് $1, 39. അങ്ങനെ ടോട്ടൽ $39 ആണ് ഈ ഹെയർ കട്ടിനും ത്രെഡിങ്ങിനും കൂടി ആയത്. അത് ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ച സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആണ്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയും എനിക്ക് 35 ഈ റേഞ്ച് തന്നെയാണ് ആയത്. അതൊരു ഹോം ബേസ്ഡ് ആയിരുന്നു.
പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും അടിപൊളിയായി അഫോർഡബിൾ ആയി തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്.